നാമം മഹത്വപ്പെടട്ടെ. ഞാൻ പാസ്റ്റർ വിനു തങ്കയ്യ, ന്യൂ ലൈഫ് ഇൻ ജീസസ് ക്രൈസ്റ്റ് മിനിസ്ട്രിയുടെ പ്രസിഡന്റായിരുന്നു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, സൺഡേ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ ഇവരെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നവംബർ 2 2025 ഒരു ഞായറാഴ്ച ദിവസം. ഈ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഇന്ന് വേൾഡ് സൺഡേ സ്കൂൾ ഡേ ആയിട്ട് ആഘോഷിക്കപ്പെടുന്ന നല്ലൊരു ദിവസമാണ്. ഞാനൊക്കെ ആയിരിക്കുന്നത് യേശുവിനെ കുറിച്ച് അറിയുവാനും ദൈവത്തെക്കുറിച്ച് അറിയാനും ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് അറിയാനൊക്കെ ഇടയായത് സൺഡേ സ്കൂൾ എന്നറിയപ്പെടുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ നിന്നതുകൊണ്ടാണ്. ദൈവകൃപയാൽ ഇന്ന് കാണുന്ന തരത്തിൽ എനിക്ക് വളരുവാൻ ഇടയായി. ഇന്ന് ഞാൻ യാത്ര ചെയ്ത് വരുമ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങൾ ജയ് ജയ് സൺഡേ സ്കൂൾ എന്നും, യേശു നമ്മുടെ നേതാവെന്നും, യേശു നമ്മുടെ ജേതാവാണെന്നും ഒക്കെയും, യേശു നമ്മുടെ മാതൃകയാണെന്നൊക്കെയും പല പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പല ജംഗ്ഷനുകളിലും ഒരു യേശു ഉയർത്തുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഒരു നാളിൽ കുഞ്ഞുങ്ങളായിരുന്ന സമയം ആ യേശുവിനെ പട്ടണങ്ങളിൽ ബൈബിൾ ചുമന്ന് ഉയർത്തിയവരാണ് ഞങ്ങൾ. അന്ന് ഞങ്ങൾ യേശുവിനെ ഉയർത്തിയതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഞങ്ങൾക്ക് ആ യേശുവിന്റെ പാത പിന്തുടർന്ന് യേശുവിന്റെ നാമത്തെ പല സ്ഥലങ്ങളിലും പട്ടണങ്ങളിലും പല ജില്ലകളിൽ സംസ്ഥാനങ്ങളിൽ രാജ്യങ്ങളിൽ ഉയർത്തുവാൻ ഇടയായത് ഞങ്ങൾ സൺഡേ സ്കൂളിലൂടെ പഠിച്ചു വന്നതിന്റെ ഫലമായിട്ടാണ്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ അനേകം പ്രതിസന്ധികൾ വന്നു, പ്രയാസങ്ങൾ വന്നു. പക്ഷെ അത് മറികടക്കുവാൻ ഞങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചതായ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു ബലമായി മാറി. ഞാനിപ്പോൾ ഓർക്കുക, ഞങ്ങളൊക്കെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച ഞങ്ങളുടെ അധ്യാപകരെ ഓർക്കുക, ടീച്ചേഴ്സിനെ ഓർക്കുക, യേശുവിനെ കുറിച്ചുള്ള ഓരോ പാട്ടുകൾ പാടി ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുക. പ്രത്യേകിച്ച് ഞാൻ ഈ സമയം ഒത്തിരി പേര് ഞങ്ങളെ വഴി നടത്തിയിട്ടുണ്ട്, പരിപാലിച്ചിട്ടുണ്ട്. ന്യൂ ലൈഫ് ഇൻ ജീസസ് ക്രൈസ്റ്റ് മിനിസ്ട്രി ട്രിവാൻഡ്രം ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലെ 14 ജില്ലകളിലും, ഇന്ത്യയിലെ 6 സ്റ്റേറ്റുകളിലും, ഇന്ത്യക്ക് പുറത്ത് നേപ്പാളിലും മറ്റ് ഇതര രാജ്യങ്ങളിലും ഇതിന്റെ സുവിശേഷത്തിന്റെ വക്താക്കളായി ഞങ്ങൾക്ക് സഞ്ചരിക്കുവാനും പോകുവാനും ഇടയായി. അതിന്റെ പിന്നിൽ ഈ സൺഡേ സ്കൂളിൽ നിന്നൊരു വലിയൊരു പ്രസ്ഥാനം ഞങ്ങൾക്ക് തന്ന വലിയ കാഴ്ചപ്പാടാണ്. ഞങ്ങളെ അഭിമാനിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അധ്യാപകർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവർ, വചനം പഠിപ്പിച്ചവർ. ഇതിൽ ഞാനിങ്ങനെ ഓർക്കുക, ഞങ്ങളുടെയൊക്കെ ആത്മീയതലത്തിൽ, എന്റെയൊക്കെ ആത്മീയതലത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ ഇന്ന് കാണുന്ന തരത്തിൽ ഈ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾക്ക് ഭാഗമായി തീരുവാൻ അവർ ഞങ്ങളെ നടത്തി. ഞങ്ങൾ നടത്തിയവർ ഞങ്ങൾക്ക് മറക്കാൻ കഴിയത്തില്ല. ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരു സഹോദരൻ ബിനു എന്ന് പറഞ്ഞൊരു സഹോദരൻ, അതേപോലെ അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ പാട്ടുകൾ പഠിപ്പിക്കുവാൻ, കുഞ്ഞുനാളിലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാനൊക്കെയും ഭാഗമായി തീർന്നിട്ടുണ്ട്. അവർ ഞങ്ങൾ ഓർക്കുക. അതേപോലെ കീബോർഡ് വായിച്ച് പാടുന്ന ഒരു ബാബു എന്നൊരു സഹോദരൻ, ഒരു ഓർക്കുക. കാരണം ഞങ്ങളൊക്കെ വേദികളിൽ പാട്ട് പാടുമ്പോൾ തെറ്റിയാലും അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞു തന്ന് ഞങ്ങളെ ബലപ്പെടുത്തുവാൻ കാരണമായി തീർന്ന ഞങ്ങളുടെ ബാബു സഹോദരൻ. അതേപോലെ ഞാൻ സ്നാനപ്പെട്ട് ദൈവവേരുടെ ബന്ധത്തിലേക്ക് കടന്നു പോകും മുമ്പ് എന്റെ ഒരു ആത്മീയ ഗുരുവായി തിരുവചനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു 6-7 വർഷത്തോളം ഒരു സഹോദരനെ പോലെ കൊണ്ട് നടന്ന്
പ്രാർത്ഥിച്ച് ദൈവികമായ പ്രവർത്തനം ഏൽപ്പിച്ച ഡോക്ടർ ബോബി മോസസ്, ഇവരെയൊക്കെ ഓർക്കുക. ഞങ്ങൾ അഭിമാനമുള്ളവരായിരിക്കും, ഞങ്ങൾ സന്തോഷമുള്ളവരായിരിക്കും. കാരണം അവർ ഞങ്ങൾക്ക് തന്ന തിരുവചന സത്യത്തിൻ്റെ ദീപശിഖ ഞങ്ങൾ വഹിച്ചുകൊണ്ട് പല ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അനേകയിടങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാനിടയായി. ഇന്ന് ഞങ്ങൾക്കൊരു അഭിമാന ദിവസം കൂടെയാണ്. ഇന്ന് ഞങ്ങൾ ബിദുരയ്ക്കടുത്ത് മലേടി എന്നുള്ള സ്ഥലത്തില് ഒരു ഗ്രാമത്തില് ഇന്ന് സൺഡേ സ്കൂൾ ശുശ്രൂഷയോടുകൂടെ ഒരു സഭാരാധന ആരംഭിക്കുകയാണ്. ഒരു സൺഡേ സ്കൂൾ ശുശ്രൂഷ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഞങ്ങൾ ആ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഏകദേശം 20ഓളം കുഞ്ഞുങ്ങൾ ആ ഗ്രാമത്തിൽ ഞങ്ങൾ കാണുവാനിടയായി. അതുകൊണ്ട് ഈ 2025 നവംബർ 2-ാം തീയതി ആ മീറ്റിങ്ങിന് എനിക്ക് ഭാഗമായി തീരാൻ കഴിയുന്നില്ല. എങ്കിലും ഞങ്ങളുടെ മിഷണറി പ്രവർത്തനങ്ങളായിരിക്കുന്ന പാസ്റ്റർ സുരേഷ് അവർകൾ, സൺഡേ സ്കൂൾ കോർഡിനേറ്റർ ആയിരിക്കുന്ന പ്രിയ സുരേഷ് പാസ്റ്റർ, ഇന്ന് അവിടുത്തെ സൺഡേ സ്കൂള് ഉദ്ഘാടനം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ആ ദേവദാസൻ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നടത്തിയവരെ ഞങ്ങൾ ഓർക്കുന്നു. ശക്തമായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ ഇവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.